ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും പുനരുത്ഥാനവുമാകുന്ന പെസഹ രഹസ്യങ്ങൾ സുവിശേഷങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു. ഇതാണ് അപ്പസ്തോലന്മാരും അവരെ തുടർന്ന് സഭയും ലോകത്തോട് പ്രഘോഷിക്കേണ്ടത്. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ മരണത്താൽ എന്നേക്കുമായി പൂർത്തീകരിക്കപ്പെട്ടു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 571. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? വേറെ ആരാണ് നമ്മുടെ രക്ഷയ്ക്കായി വരാനുള്ളത്? ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ശരീരം ധരിച്ചു വന്നു. അവൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ വചനം നമ്മോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവിനെ നൽകി. പീഡകൾ സഹിച്ച് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ അവൻ നമ്മെ രക്ഷിച്ചു. ഇപ്പോൾ സഭയാകുന്ന തന്റെ ശരീരത്തിലൂടെ ദൈവൈക്യത്തിലേക്ക് അനുദിനം നാം പൂർണ്ണരാക്കപ്പെടുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയാണ് ഈ വിശ്വാസ രഹസ്യങ്ങൾ. ഏവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്നും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.